മധുരയിലാണ് കേട്ടോ. മധുരയിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് വേഗം പോയിക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ മധുരയിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. മധുരയിൽ കുറച്ച് അമ്പലമൊക്കെ തൊഴാണ്ട് കേട്ടോ. അപ്പം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് മധുരയ്ക്കാണ് കയറിയിരിക്കുന്നത് ട്രെയിൻ. അപ്പം നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഇപ്പം നമ്മളുള്ളത് മധുരൈ റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ അത്ര കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല നീറ്റുള്ള റെയിൽവേ സ്റ്റേഷനാണ്. നല്ല വൃത്തിയാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഫുള്ള് 7 പ്ലാറ്റ്ഫോമുകളുണ്ട് കേട്ടോ. ഇവിടെ ക്ലോക്ക് റൂം 24 hours ഉണ്ടായിരിക്കും. ഈ റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ ഗൈസ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മിക്ക ആൾക്കാരും ലിഫ്റ്റിൽ കൂടെ ഒക്കെ ഇറങ്ങുന്നുണ്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം. ഞാൻ റൂം എടുക്കാൻ പോവുകയാണ്. നമുക്ക് റൂം എടുത്ത് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ കയറാൻ. പിന്നെ ഞാനവിടെ കുറേ നേരം കളിച്ചുവിട്ടാ ഗൈസ്. എന്നൊക്കെ പറഞ്ഞിട്ട് കളിച്ചുവിട്ടാ. അങ്ങനെ ഞങ്ങൾ മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ അടുത്തെത്തിട്ടോ ഗൈസ്. ഈ കാണുന്നത് വെസ്റ്റ് നടയാണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയ അമ്പലം കാണാൻ. ഈ കാണുന്ന ടെമ്പിളിലെ 14 രാജഗോപുരങ്ങളാണ് കേട്ടോ ഉള്ളത്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്ന് നടക്കുന്നത് മധുര മീനാക്ഷിയിലാണ് കേട്ടോ. ദർശനത്തിനൊക്കെ കുറെ തിരക്കുണ്ടാവും കേട്ടോ. ഇവിടെ കുറെ കടകളുണ്ട് കേട്ടോ ഗൈസ്. കടകളുടെ മുന്നിൽ നിറച്ച ആൾക്കാരുണ്ട്. അവർക്ക് എന്തായാലും കച്ചവടം നടക്കുന്നുണ്ട്. ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ള കടകളിലൊക്കെ പൂജാ സാധനങ്ങളൊക്കെ അവർ വിൽക്കാറുള്ളത്. ഞങ്ങൾ തൊഴാൻ കയറുന്നത് 4 മണിക്കാണേ. ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ 7 മണി ആയിട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിനകത്തുള്ള വീഡിയോസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അമ്പലത്തൊന്നും ക്യാമറ ഇല്ലോടല്ല. അതുകൊണ്ടാണ് കേട്ടോ എടുക്കാണ്ടിരുന്നത്. ചുറ്റുഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. രാത്രി സ്ട്രീറ്റൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടത്. എല്ലാവരും മറക്കാതെ തന്നെ വരണേ. ഇവിടെ രാത്രി കുറേ സമയം വരെ കടകളൊക്കെ തുറന്നു നിൽക്കും കേട്ടോ. ഇവിടെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വില കുറവുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാ കടകളിലൊക്കെ കയറി പർച്ചേസിങ്ങൊക്കെ നടത്തിയിരുന്നു കേട്ടോ. ഇവിടെ നല്ല ഫുഡുകളൊക്കെ കിട്ടും കേട്ടോ. മധുരയിലെ സ്പെഷ്യൽ ഫുഡ് ജിഗർദാണ്ട, ബൺ പൊറോട്ട, അങ്ങനെയുള്ള കുറച്ച് ഐറ്റങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്നിട്ട് എല്ലാ കാഴ്ചകളും കാണായിരുന്നു. അപ്പോൾ ഞാൻ ജിഗർദാണ്ട കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ജിഗർദാണ്ടയുടെ കടയിൽ കയറി കേട്ടോ. ആ ചേട്ടൻ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. ജിഗർദാണ്ട കുറേ ഫ്ലേവറിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ പാലട പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട് ജിഗർദാണ്ടയ്ക്ക്. കുഴപ്പമില്ലേ, നല്ല തണവുണ്ട് കേട്ടോ. അതുകൊണ്ട് കഴിച്ചു. ഇവിടെ പരുത്തിപ്പാലൊക്കെ കിട്ടും കേട്ടോ. 15 രൂപയാണ് ഒരു ഗ്ലാസ്സിന്. അപ്പം ഞാൻ ജിഗർദാണ്ട വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഐസ്. ഇതിലെ മുകളിൽ ഐസ് കിടക്കുന്നുണ്ട് കേട്ടോ. ചോക്ലേറ്റിൻ്റെയാണ് ഞങ്ങൾ വാങ്ങിയത്. അടിപൊളി ടേസ്റ്റാണ്. പായസത്തിൻ്റെ ഒരു മുക്ക് പാടല്ല പായസമാണ്. കുഴപ്പമില്ല. ഐസ്ക്രീമാണ് കഴിച്ചത്. ഞങ്ങൾ തുണികളുടെ അടുത്തേക്കൊക്കെ വന്നിട്ടാ. ഇവിടെ ഷർട്ടുകൾ, സാരികൾ, പിന്നെ കുപ്പികളൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ 50 രൂപയുള്ളൊരു കുപ്പികളൊക്കെ. പിന്നെ ഇത് കുറേ കളിപ്പാട്ടങ്ങളും ചന്ദനത്തിരി കത്തിക്കുന്നതും കുറേ ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ. സ്വാമിമാരുടെ ഫോട്ടോയൊക്കെ ഉണ്ട്. ഞങ്ങളതൊക്കെ കണ്ടു. കുങ്കുമം ഇതാണ് ഇവിടുത്തെ മെയിൻ. കുങ്കുമങ്ങളാണ് കൂടുതലും ഉണ്ടാവുക ഇവിടെ. പിന്നെ ഞങ്ങൾ 95 രൂപയ്ക്ക് കുറേ ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പല തരത്തിലുള്ള സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ എൻ്റെ കണ്ടുപോയത് കളിപ്പാട്ടങ്ങളുടെയും മാലവളയത്തിക്കൊക്കെയാണ് കേട്ടോ. കുറേ കുഞ്ഞു കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളുണ്ട്. വലിയ ആൾക്കാർക്കും ഉണ്ട്. അങ്ങനെ നടന്നു. ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ. ഇവിടെ ഭയങ്കര വില കുറവാണ് കേട്ടോ ഗൈസ്. ഇവിടെയുള്ള എല്ലാ കടകളിലും ഭയങ്കര വില കുറവാണ്. കുറേ തരത്തിലുള്ള ഫാനും സ്ലൈമും ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ റിമോട്ട് കാറൊക്കെ ഉണ്ട് കേട്ടോ. റിമോട്ട് കാറിനൊക്കെ ഇവിടെ 60 രൂപയൊക്കെ ഉള്ളൂ. അതൊക്കെ കേടായി പോകുന്നെന്ന് എനിക്കറിയില്ല കേട്ടാ. കുറേ ജീപ്പ്, കുറേ ടോയ്സ്, എന്തൊക്കെ ഉണ്ട് ഇവിടെ. എന്തൊക്കെ വേണം അതൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. ബസ്,
ഇവിടുത്തെ ആൾക്കാർക്കൊന്നും ഉറക്കില്ല കേട്ടോ ഗൈസ്. നമ്മുടെ ഇടയ്ക്ക് ആണെങ്കിലോ ഒരു 12 മണി ഒരു കടയൊക്കെ തുറന്നേക്കും കേട്ടോ. കുറേ പട്ടിക്കുട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ ഡോൾസും ഡോറയും ബുജ്ജിയും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇങ്ങനത്തെ ഗിഫ്റ്റ് വേണോ അങ്ങനത്തെ ഒക്കെ ഇവിടെ ഉണ്ട്. കുറേ പൂജ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറേ ബണ്ണ്, കണ്ണാട, കുപ്പിവള. ഈ ഒരു ഡസന് ഫുള്ളായിട്ട് നമുക്ക് 50 രൂപയ്ക്ക് കിട്ടും കേട്ടോ ഇവിടെ. കുറേ ചരടുണ്ട്, കുങ്കുമങ്ങൾ, സ്വാമിയുടെ കുറേ ഫോട്ടോസ്. ഇതിന് ഏതെടുത്താലും 50 രൂപയുള്ളൂ കേട്ടോ ഈ ബൊമ്മകളിൽ. കുറേ പശുക്കളൊക്കെ ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ റോഡ് സൈഡിൻ്റെ അവിടെ. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.